ഡിവൈഎഫ്ഐ മണ്ണാർക്കാട് ബ്ലോക്ക് സെക്രട്ടറിക്കെതിരെ സമൂഹമാധ്യമങ്ങളിലൂടെ അപവാദ പ്രചരണം നടത്തുന്നതായി പരാതി. സംഭവത്തിൽ ഡിവൈഎഫ്ഐ പോലീസിൽ പരാതി നൽകി. വ്യക്തിജീവിതത്തെയും കുടുംബജീവിതത്തെയും ഇല്ലാതാക്കാനും ലക്ഷ്യമിട്ടുള്ള ബോധപൂർവമായ തെറ്റായ പ്രചാരണമാണ് നടക്കുന്നതെന്ന് നേതാക്കൾ ആരോപിച്ചു. മണ്ണാർക്കാട് ഡിവൈഎസ്പിക്ക് പുറമെ സൈബർ സെല്ലിലും നാട്ടുകൽ പോലീസ് സ്റ്റേഷനിലുമാണ് പരാതി നൽകിയിട്ടുള്ളത്. സംഘടനാ ജീവിതത്തിൽ നിന്നും അവസാനിപ്പിക്കാനും വ്യക്തിജീവിതത്തെയും കുടുംബജീവിതത്തെയും ഇല്ലാതാക്കാനും ലക്ഷ്യമിട്ടുള്ള ബോധപൂർവമായ തെറ്റായ പ്രചാരണമാണ് നടക്കുന്നതെന്ന് നേതാക്കൾ ആരോപിച്ചു. ഡിവൈഎഫ്ഐയുടെ ബ്ലോക്ക് സെക്രട്ടറി മദ്യപിക്കുന്ന ഒരു ചിത്രം, അതല്ലെങ്കിൽ അയാൾ മദ്യപിച്ച് നാട്ടിൽ പ്രശ്നമുണ്ടാക്കുന്ന ഒരു ചിത്രം, അതല്ലെങ്കിൽ അയാൾ മദ്യപിച്ച ശേഷം അയാൾ ആരെങ്കിലും കണ്ടവർ, അല്ലെങ്കിൽ മദ്യപിച്ച് അയാൾ വാഹനം ഓടിക്കുക ഉൾപ്പെടെ ഏതെങ്കിലും നിലയിലൊരു സംഘടനാ വിരുദ്ധ പ്രവർത്തനമോ നിയമവിരുദ്ധ പ്രവർത്തനമോ നടത്തിയിട്ടുണ്ടോ? അതാണ് എൻ്റെ ചോദ്യം. അയാൾ ഇരിക്കുന്നു, അയാൾ ഒരു സ്വകാര്യ സ്ഥലത്തിരിക്കുന്നു, അതിൻ്റെ മുമ്പിൽ കുറച്ച് കുപ്പികളുണ്ട്, ഇതാണല്ലോ പ്രചരിപ്പിക്കുന്നത്. അതല്ലാതെ അയാൾ മദ്യപിക്കുന്നുണ്ടോ? അയാൾ മദ്യപിച്ച് എവിടെയെങ്കിലും കച്ചറ ഉണ്ടാക്കിയിട്ടുണ്ടോ? റോട്ടിൽ വല്ല പ്രശ്നങ്ങൾ നടത്തിയിട്ടുണ്ടോ? മദ്യപിച്ചുകൊണ്ട് വാഹനം ഓടിച്ചിട്ടുണ്ടോ? ഇനി പോട്ടെ, അയാൾ മദ്യപിക്കുന്നുണ്ടോ? അതാണ് ചോദ്യം. അപ്പോൾ അയാളെ ബോധപൂർവ്വം, ഞാനിപ്പോൾ അതിലൊരു ഉദാഹരണം പറഞ്ഞുതരാം. അതിൻ്റെ ഒരു 2-4 ദിവസം മുമ്പാണ് നെച്ചുള്ളിയിൽ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാത്രി 12 മണിക്ക് പോയി എൻ്റെ ഫോട്ടോയും വീഡിയോയും വെച്ചിട്ട് എന്താ പ്രചരിപ്പിച്ചത്. അപ്പോൾ ഇതൊക്കെ ഇവർ ഉദ്ദേശിക്കുന്നത് ഈ മണ്ണാർക്കാട്ട് യുവജന സംഘടന കരുത്തോടുകൂടി മുന്നോട്ട് പോകുമ്പോൾ അതിന് നേതൃത്വം കൊടുക്കുന്ന ആളുകളെ ബോധപൂർവം വ്യക്തിഹത്യ ചെയ്ത് അതിൽ നിന്ന് മാറ്റുക എന്നതാണ്. അപ്പോൾ അത് അംഗീകരിച്ചു കൊണ്ടുപോകാൻ കഴിയും. വ്യക്തികളുടെ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമാണിതെന്നും തെറ്റു ചെയ്തവർക്ക് തക്കതായ ശിക്ഷ ലഭിക്കണമെന്നാണ് ആവശ്യപ്പെടുന്നതെന്നും ഡിവൈഎഫ്ഐ ശ്രീരാജ് വെള്ളപ്പാടം പറഞ്ഞു. CCN മണ്ണാർക്കാട്.